അല്ല നമ്മൾ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്നത്? നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യാൻ it's gonna be about 2 years. Last Christmas la boy. 2019 la boy. Yes. So that's more than 2 years. 2 years and 4 months. Speed limits enforced in Victoria കേട്ടോ. Yeah. So ഇവിടെ 100 km ആണ് top speed, unlike South Australia where top speed is about 110. അപ്പോൾ ആ സ്പീഡ് പോയാൽ മതി. ഹോർഷം, നമുക്ക് ഹോർഷമാണ് പോകേണ്ടത്. So we are heading towards Horsham now. And Horsham is where we're going to camp. And അവിടെ നിന്ന് നാളെ we will go to Grampians National Park. It's a beautiful place. Main 3 sought out place ആണ്. People across Australia travel there. Yeah, easier for us, but it takes about 5 hours. നമ്മൾ already 3 hours cover ചെയ്തു, 3.5 hours. So balance 1.5 hours ആണ് reach Horsham. അങ്ങനെ വേറെ സ്റ്റേറ്റ് കയറി. Yes. കോവിഡ് വന്നു. കോവിഡ് വേണ്ടി വന്നു നമ്മളത് പഠിപ്പിക്കാൻ. ഈ റൂട്ടിൽ നേരെ പോകണമെങ്കിൽ if we continue we'll reach Melbourne as well. ഹോർഷം ഒരു ചെറിയ ടൗൺ ആണ് വിക്ടോറിയ സ്റ്റേറ്റിലുള്ള. ദിസ് ഇസ് ക്ലോസർ ടു ഗ്രാമ്പിയൻസ്. ഇവിടെ ഗ്രാമ്പിയൻസ് ഇസ് അബൌട്ട് 40 minutes ഫ്രം ഹിയർ. സോ നമ്മൾ ഇവിടെയാണ് നമുക്ക് അക്കോമഡേഷൻ കിട്ടിയത്. നല്ല സ്ഥലം. വാസ് എ നൈസ് ബ്യൂട്ടിഫുൾ സിറ്റി ടൗൺ യു കൻ സേ. കണ്ടില്ലേ അവർ ടൂറിസ്റ്റിന് വേണ്ടിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുക. പെസിഫിക് പോണ്ടൂണും ഇതും. സോ ആൾക്കാർ ബോട്ടിങ് ഇഷ്ടമുള്ള ആൾക്കാർ ഇതിൻ്റെ അടുത്തെല്ലാം ഒന്ന് ബോട്ടിങ് വർക്ക് ചെയ്യാം. അപ്പം ഇവിടെ ഒരു 5:30 വിക്ടോറിയ സ്റ്റേറ്റ് ഒരു അരമണിക്കൂർ മുമ്പിലോട്ടാണ് ആഡ്ലേഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. കണ്ടല്ലേ ആ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അവിടെ നിന്ന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. These kids are enjoying. അവർ ആ ട്രാക്കിന് വേണ്ടി വന്ന് സൈക്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. നൈസ് സ്റ്റഫ്. പിള്ളേർക്ക് സ്പീഡ് കണ്ടായിരുന്നു. എത്ര സ്പീഡിലാണ് പറന്ന് വന്നേ പിള്ളേർ. ദാറ്റ്സ് വാട്ട് ദേ ഡൂയിങ് സം റെനോവേഷൻ അപ്ഗ്രേഡേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണത്. ഒത്തിരി നല്ല വ്യൂ. സൺസെറ്റിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ബൊട്ടാനിക്കൽ ഗാർഡൻ. ഹോർഷം ബൊട്ടാനിക് ഗാർഡൻസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1873. ഒത്തിരി നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ച് ഡാർക്ക് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് അത്രയും നല്ല പിക്ചേഴ്സ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ടൈമിംഗ് ഒന്നുമില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പുറത്ത്. സോ ഓക്കെ ഇറ്റ്സ് യെസ് ഡെയിലി സൺറൈസ് ടു സൺസെറ്റ്. സോ സൺറൈസ് ടു സൺസെറ്റേ ഉള്ളൂ. ഒന്ന് ഓട്ടം ടൈം ആയതുകൊണ്ട് ഫ്ലവേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് അതിൻ്റെ എൻഡ് ടൈം ആവുള്ള ലീസ് വീഴാനുള്ള സമയമാണ്. US പറയുന്ന ഫോൾസ്. അതുപോലെ ഇവിടെ ഓട്ടം. അപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലം കാണാം. ഇതാണ് പ്രിംറോസ് കോട്ടേജ്. ഇതൊരു പഴയ കാലത്ത് ഉണ്ടാക്കിയ സ്ഥലമാണ്. ഇതിന് ഉണ്ടാക്കിയ ആൾ എഡി വെൽച്ച് പറഞ്ഞൊരാളാണ്. പുള്ളിക്കാരൻ 1923 ഇത് കൺസ്ട്രക്ട് ചെയ്ത്. ഇത് സൺ ഡ്രൈഡ് ബ്രിക്സ് വെച്ചാണ് ഉണ്ടാക്കിയത്. സോ കുറച്ച് റസ്റ്റ് കാണുമ്പോൾ നോക്കുവാണെങ്കിൽ അവർ മേളിൽ കാണുവാണെങ്കിൽ റസ്റ്റ്, അത് കാരണമല്ല റസ്റ്റിക്ക് പറയുന്നത്. കുറച്ച് ഓൾഡ് വീടിൻ്റെ ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ ചിമ്നിയുണ്ട്. നല്ല സംഭവമാണ്. കുറച്ച് ഈ ഇപ്പുറത്തെ ഓണേഴ്സ് നമ്മൾ എയർബിഎൻബി വഴിയാണ് ഇത് ബുക്ക് ചെയ്തത്. സോ ഇപ്പുറത്തെ ഓണേഴ്സ് ഇതിന് 2016 വാങ്ങിച്ച് പിന്നെ അത് റീഫർബിഷ് എല്ലാം ചെയ്ത് ആവശ്യത്തിന് യൂസ് ചെയ്യാനുള്ള ആക്കി. അങ്ങനെ പിന്നെ എയർബിഎൻബി 2019 തൊട്ടാണ് അവർ കൊടുക്കാൻ തുടങ്ങി. നല്ല സംഭവമാണ്. ചെറിയ ഒരു കുട്ടി ഇതുപോലെ പറയാം. ചെറിയ ഫാമിലി ഇതുപോലത്തെ ആർമിന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. ഇതിൽ 2 മുറികളുണ്ട്. പുറകിൽ നോക്കുമ്പോൾ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഇതുപോലെ ഒരു ലോണുണ്ട്. അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എക്സ്ട്രാ പുറത്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് നല്ല ഏരിയ. നമുക്ക് ഇവിടെ തണുപ്പ് കാലാകുമ്പോഴത്തേക്ക് തീ കത്തിയിരിക്കാം. ഇതാണ് ബാർബിക്യൂ വേണ്ടിയുള്ള സംഭവം. ഇവിടെ നമുക്ക് ഇനി അകത്തെ പോയി നോക്കാൻ ഉണ്ടാവുള്ളത് പല സംഭവം. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ദിവസം താമസിക്കാൻ സ്വന്തം വീട് പോലെ. ഇറ്റ്സ് എ നൈസ് പ്ലേസ് ടു ബി ഇൻ. ഇവിടെ നിന്നാണ് നമ്മൾ കയറുന്നത്.
ഇതാണ് ഇവിടുത്തെ റൂമുകൾ. ഇതാണ് വൺ ഓഫ് ദി ബെഡ്റൂംസ്. ഇതാണ് ചെറിയ ലിവിങ് റൂം. ഇത് വേറെ ബെഡ്റൂമാണ്. നമ്മളെല്ലാവരും ഉറങ്ങി കഴിഞ്ഞ് പിള്ളേർ യൂസ് ചെയ്ത റൂമാണ്. ഇതാണ് കിച്ചൺ. ആവശ്യം ഇവിടെ ഒരു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്മോൾ പ്ലേസ് ബട്ട് നൈസ്. ഒരു സ്മോൾ ഫ്രിഡ്ജ് ഉണ്ട്, ഒരു മൈക്രോ ഉണ്ട്. Carrie, how's the sleep? Did you sleep? Did you enjoy sleep? Was it comfortable? ബെഡ് ഒത്തിരി നല്ലതായിരുന്നു അല്ലേ? So what did you? Bed was comfortable. ഒത്തിരി കംഫർട്ടബിൾ ആണ്. യൂഷ്വലി പോകുമ്പോഴൊക്കെ ബെഡ് എപ്പോഴും കുഴിഞ്ഞു കിടക്കും. നല്ല ബെഡ്. അത് ഇത്ര പഴയ വീടായിട്ടും വെൽ മെയിൻറ്റൈൻഡ് ആയിരുന്നു. ഇൻ ദ സെൻസ് സാധാരണ റാറ്റ്സും കാര്യങ്ങളും ഓടുന്നെല്ലാം കേൾക്കാം ഇതുപോലെ പഴയ വീടാകുമ്പോഴത്തേക്ക്. ഇതിൻ്റെ ഗുഡ് ഹീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കാണാം. സോ ഓൾ ഇൻ ഓൾ എ ഗുഡ് വൺ. നൈസ്. കിച്ചൺ കുറച്ച് ചേർത്ത കിച്ചൺ നോക്കുവാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ബട്ട് ഓക്കെ, നമ്മൾ ഒത്തിരി കുക്ക് ചെയ്യാനുള്ള ഉദ്ദേശത്തില്ല വന്നേ. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടിരിക്കുക. സോ ഫോർ ചേഞ്ച് ഒത്തിരി ഉണ്ടാക്കി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ വേറെ കാര്യങ്ങളിലോട്ട് കിടക്കാം. പിന്നെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മളിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. ഹോർഷത്ത് നിന്ന് വി ആർ ഹെഡിങ് ടുവേർഡ്സ് ഗ്രാമ്പിയൻസ്. ഏത് സ്ഥലമായിരുന്നു ഫസ്റ്റ് പോകുന്നത്? നമ്മൾ ബൊറോക്ക ലുക്ക് ഔട്ട് ആണ് പോകുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒന്ന് രണ്ട് ലുക്ക് ഔട്ട്സ് ഉണ്ട്. ബാൽക്കണീസ് വേറെ ഉണ്ട്. അത് കണ്ടിട്ട് ദെൻ വി ക്യാൻ ഗോ ആൻഡ് സീ മക്കിൻസി ഫോൾസ്. വിക്ടോറിയയിലെ ഏറ്റവും വലിയ ഫോൾസ് ആണ്. നല്ല സ്ഥലം. ഐ തിങ്ക് നാഷണൽ പാർക്കില്ലേ ഇത്, ഗ്രാമ്പിയൻസ് നാഷണൽ പാർക്ക്. ഒത്തിരി കാര്യങ്ങളുണ്ട് കാണാൻ. ഒത്തിരി ഉണ്ട്. ഒത്തിരി ഹൈക്കിംഗ് ഒക്കെ ചെയ്യുന്ന, ഒത്തിരി സീരിയസ് ഹൈക്കേഴ്സും ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ അത്രയൊന്നും ചെയ്യില്ല. അതിനുവേണ്ടി നമ്മൾ നല്ലതായിട്ട് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ സാധാരണ നടക്കാനായിട്ട് നമ്മൾ കാർ പാർക്കിൽ നിന്ന് വെള്ളം നടക്കും. അപ്പോൾ അവിടെ പോയി നോക്കാം നമുക്ക്. പിള്ളേരെ എക്സൈറ്റഡ് ഫോർ ഗ്രാമ്പിയൻസ്? ക്രിസ്റ്റി എക്സൈറ്റഡ് ഫോർ ഗ്രാമ്പിയൻസ്? പിള്ളേർ ഉറങ്ങി എണീറ്റേ ഉള്ളൂ. അതിന്റെ ഉറക്കച്ചടവിലാണ് രണ്ട്. ലേസിനെസ്സിലുണ്ട്. എല്ലാം റെഡിയാക്കാം. കാരി, ഡു യു വാണ്ട് ടു സേ ഹായ്? നമ്മുടെ ഗ്രാമ്പിയൻസ് നമ്മുടെ സൈഡിലേക്കായി കേട്ടോ. അങ്ങോട്ടായിരിക്കും. അതിന്റെ നടുക്കൊരു ടൗൺ ഉണ്ട്. അതാണ് ഹോൾസ് ക്യാപ്പ്. അങ്ങനെ എന്തോ ആണ്. കുറച്ചധികം ട്രെയിൽസ് ഉണ്ട്. ഐ തിങ്ക് നടക്കാൻ ഒത്തിരി ഉണ്ട്. 4-5-7 കിലോമീറ്റേഴ്സ് വരെയുള്ള നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നോക്കണം ഏതൊക്കെ നമ്മളെ കൊണ്ട് എത്ര പറ്റും. ഐ തിങ്ക് ബാൽക്കണീസ്, ഐ തിങ്ക് ദാറ്റ് പ്ലേസ് അവിടെ കുറച്ച് നടക്കാനുണ്ട്. സോ ഐ സോ ദാറ്റ് അത് നീ കാർ പാർക്കിൻ്റെ അവിടെ ഇരുന്നിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ വാക്ക് ചെയ്യണം. അവിടുന്ന് കുറച്ചുകൂടി നടക്കാൻ. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മൗണ്ട് ഡിഫിക്കൽട്ട് റോഡാണ് അതിൻ്റെ പേര്. എവിടെയാണ് പോകേണ്ടത്? കാണാൻ ഡിഫിക്കൽട്ട് അല്ലല്ലോ. ഗ്രാമ്പിയൻസ് കേരി. നമ്മൾ വെൽക്കം ടു നാഷണൽ പാർക്ക് സൈനൊക്കെ കണ്ടു. പ്രോപ്പർ നാഷണൽ പാർക്കിനകത്ത് നമ്മൾ കയറി. നമ്മൾ ഇതുകൊണ്ടാണ് നമ്മൾ ബെയിലിയെ കൊണ്ടുവരാൻ. നാഷണൽ പാർക്സിനകത്ത് ഇവിടെ ഡോഗ്സ് ആർ നോട്ട് അലൗഡ്. അപ്പം അവനെ പിന്നെ റൂമിനകത്ത് തന്നെ ഇടണം. നമ്മൾ വി ആർ റീച്ചിങ് ബൊറോക്ക ലുക്ക് ഔട്ട്. സോ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഈ വഴിയാണ് പോകേണ്ടത്. ബൊറോക്ക ലുക്ക് ഔട്ട്. അല്ല, ഹൈറ്റില്ല. ഇറ്റ്സ് ഇൻ എ പ്രീ ഹൈ. ദിസ് ഈസ് വെൽക്കം ടു ഗ്രാമ്പിയൻസ് നാഷണൽ പാർക്ക്. ഇതിൽ എല്ലാ കാര്യങ്ങളുണ്ട്. ക്യാമ്പിംഗ്, പിക്നിക്കിംഗ്, ബുഷ് വാക്കിംഗ്, കാർ ടൂറിംഗ്, 4-wheel driving, caring for national park, campfires. Do you really need one? അതെവിടാ? നമ്മൾ ഇതിനകത്ത് എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? Let's see who's going to locate it first. മെക്കിൻസി ഫോൾസ് ഇത് അവിടെയാണ്. റീഡ് ആൻഡ് ബാൽക്കണീസ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ബൊറോക്ക. Mount Zero is there. എവിടെയാ ബൊറോക്ക? ഈ വൈറ്റ് ആണോ? അത് പോയതാണ്. പറിച്ചെടുത്ത നമ്മൾ ഇവിടെയാ. ഐ തിങ്ക് വി ആർ സംവേ ഹിയർ. മെക്കിൻസി ഫോൾസ് ഇവിടെയല്ലേ? നമ്മൾ ഹോൾ
ഹോൾസ്കേപ്പ് താഴെ എത്തി. ടൗൺ സെൻറ്റർ അങ്ങോട്ടാണ്. നമുക്ക് ടൗൺ സെൻറ്ററിൽ പോയിട്ട് വരാം. ഏത് ഭാഗത്തിൽ പോയി? അതുണ്ടോ? അപ്പോൾ ഇവിടെ വരുന്ന ജനം മൊത്തം ഇതിനകത്ത് ഇവിടെയാണ് താമസിക്കുന്നത്. ഹോൾസ്കേപ്പിലാണ് താമസിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് കുറവായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്യാൻ ലേറ്റ് ആയി. ഈ മനുഷ്യന്മാരൊക്കെ ഒരു വർഷം മുന്നേ ബുക്ക് ചെയ്യുന്നു. വെരി വെൽ പ്ലാൻ. സ്കൂൾ ഹോളിഡേയ്സ് അല്ലേ? പിള്ളേർ കളിക്കാനുള്ളൂ. ഇത് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഗ്രാമ്പിയൻസിൻ്റെ 12-13 ഡേയ്സ് ഉള്ള ട്രെയിലാണ്. 160 കിലോമീറ്റർ. വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഇവിടെ പയ്യ സമയമുണ്ടെങ്കിൽ 13 ദിവസം 12-13 ഡേയ്സ് എടുത്ത് എല്ലാ സ്ഥലവും ഹൈക്ക് ചെയ്ത് ക്യാമ്പിംഗ് എല്ലാം ചെയ്ത് പോവാം. ഉണ്ടല്ലേ? കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ നാളെ കാണാൻ പോകുന്നത് എല്ലാം കവർ. എങ്ങനെയുണ്ട് ഐസ്ക്രീം? എങ്ങനെയുണ്ട്? What flavor did you order? Mango magnificent. Does it taste magnificent? How about you? Cookies and cream. എങ്ങനെയുണ്ട്? ഇത് എപ്പോൾ കഴിച്ച് തീരും? നൈസ് പ്ലേസ്. സി സ്മഗ്ലേഴ്സ് ഹേർട്ട്. എന്തൊരു പേരാണ് ഇത്? അവിടെ ഉണ്ടെന്ന് പറയാം ഐസ്ക്രീം. സി ആണോ? ഫഡ്ജ് ഫാക്ടറി. എങ്ങനെയുണ്ട്? റം ആൻഡ് റൈസ് എങ്ങനെയുണ്ട്? Very tasty. I don't like rum. There's rum flavor only, no rum in that. ഹോൾസ്കേപ്പ് ടൗൺ ആണ്. കൊച്ചൊരു ടൗൺ. മലകളുടെ ഇടയിൽ ഹോൾസ്കേപ്പ് സെന്റിനറി ഹോൾ. ആ ഗ്യാപ്പിൽ ചെറിയൊരു സ്ഥലം. നമ്മളിവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഹാപ്പി? ഫിഷ് ആൻഡ് ചിപ്സ്. എന്നാലും മൗണ്ടൻ്റെ ഇടയിൽ വന്ന് ഫിഷ് ആൻഡ് ചിപ്സ് ആര് കഴിക്കും? ആ മരങ്ങളുടെ നിറമൊക്കെ മാറി തുടങ്ങി. ഓട്ടം ടൈം. ന്യൂസ് ഏജൻസി, ജനറൽ സ്റ്റോർ. Wow. I know. So that's the balcony. Somebody wants to go? Balcony. Clouds in the shadow. How do you get down there? Beautiful, no? That's a balcony to be viewed from distance. I think that is a balcony there. You find there's a hermit there, Mm-hmm. Yeah. meditating there in there, Oh, is it? away from the madness in this world. Kando, there, our friend has come. So we have an emu. It's an emu. You like the emu? Okay, which way do we go, Kerry? You have to lead. You're our leader of the... So are we going towards the lookout? Falls, right? That's shorter. It's only 570 meters. 530 meters, but I think I have to go down. I thought it was like 3 kilometers. ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. പിനക്കിൾ ഹൈക്ക് പറഞ്ഞ സ്ഥലമാണ് ഗ്രാമ്പിയൻസി. സിമിംഗ്ലി ഇറ്റ്സ് എ ലോങ് ഹൈക്ക്. ഗുഡ് വൺ. മസ്റ്റ് ബി ഇൻട്രസ്റ്റിംഗ്. നമുക്ക് പോയി നോക്കാം. കുറച്ചധികം നടക്കാനുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരെ വരെ കാണാൻ ആൾക്കാരാണെന്ന് പോകുന്നത് കണ്ടില്ലേ? അവിടെ മേളിലോട്ട് കാണുമ്പോൾ ആൾക്കാർ അവിടെ കയറി പോവുക. സോ നല്ല കേട്ടമുള്ള സ്ഥലമാണ്. കാര്യം മനസ്സിലായി. അതുകൊണ്ട് കുറച്ച് വെള്ളമെല്ലാം എടുത്തുകൊണ്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ടയർഡായി പോയാലോ. ദാഹിച്ച് ഇപ്പോൾ ഇന്നലെ നമ്മളൊരു 6 കിലോമീറ്റർ നടന്നു. 6 7. ഇന്ന് അതിനെക്കാട്ടിലും കൂടുതലായിരിക്കുന്നു തോന്നുന്നു. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. പറഞ്ഞോ. എന്താ? നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുക പിനക്കിൾ ആൻഡ് പിന്നക്കലാണ് ഏറ്റവും നല്ല വ്യൂ എന്ന് പറയുന്നത്. yes, that's about 2.1 kilometers. Silent Street is 1.8. Grand Canyon is ഗ്രാൻഡ് കാനിയൻ്റെ ഒത്തിരി നല്ല സ്ഥലമാണത് അല്ലേ? വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേസ്.
നോക്കാം. ഈ ഒരു ഗ്രാൻഡ് ഹിൽസ് വാക്കിംഗ് ആ റൂട്ട് നോക്കിയാൽ ഇവിടെ ഇച്ചിരി എളുപ്പമുള്ള ട്രാക്കാണ് എടുത്തേക്കുന്നത്. ആൾക്കാർ യൂഷ്വലി താഴേന്ന് ഇത് ടച്ച് ചെയ്ത് പോകും. ആണോ? ഇതുകൊണ്ട് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. കുറച്ച് വെള്ളമെല്ലാം ഉണ്ട്. ഇവിടെ നല്ല നടക്കാനുള്ള സ്ഥലമാണ്. നമ്മൾ നടന്ന് പിന്നേക്കൽ സ്ഥലത്തെത്തും. അതിന് വേണ്ടിയാണ് നമ്മൾ നടന്ന് തുടങ്ങുന്നത്. 2 കിലോമീറ്ററാണ് പറയുന്നത്. 2 കിലോമീറ്റർ വൺ വേ. അപ്പോൾ ബോത്ത് വേസ് 4 കിലോമീറ്റർ. നല്ല നടപ്പാ. നമുക്ക് പോയി നോക്കാം. ഇവിടെ കണ്ടില്ല എല്ലാം പാറകളിങ്ങനെ ഒരു ഷേപ്പായി ഇരിക്കുന്നത്. അതാണ് ബ്യൂട്ടി. ഡിഫറെൻറ്റ് ഷേപ്സ് ഫോർമേഷൻസ് വർഷങ്ങളുമായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ആരാ 3 പേര് ടയർഡായിട്ട് പറയുകയാണല്ലോ. ഇപ്പം തന്നെ ടയർഡായോ? അങ്ങനെ അവിടെ എത്തും മനസ്സിലാവും. കണ്ടോ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ മാർക്കേഴ്സ് അവർ ഇട്ടിട്ടുണ്ട്. ടു ഗൈഡ് അസ് ഇൻ ദി റൈറ്റ് ഡയറക്ഷൻ. ഇത് കണ്ടല്ലോ ഒരു യെല്ലോ സാധനം. നോക്കാം എന്തായിരിക്കും. ചാമ്പ്യൻസ് പീക്ക് ട്രെയിൽ. ഇതാ ഇതൊന്ന് ഭയങ്കര കഷ്ടപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഇതുപോലത്തെ മാർക്കേഴ്സ് എല്ലായിടത്തും ഉണ്ട്. ഞാൻ ആദ്യം കാണിച്ച പോലെ. സോ ഇത് ഫോളോ ചെയ്ത് പോയാൽ നമ്മൾ കറക്റ്റ് രീതിയിൽ തന്നെ എവിടെ എത്തേണ്ടി എത്തും. ഓക്കെ, ഗ്രാൻഡ് ക്യാനിയൻ. ദിസ് ദി വൺ. ദിസ് ദി ഗ്രാൻഡ് ക്യാനിയൻ. Oh, it's shut. Okay. We can just see from here. എല്ലാ ആവശ്യത്തിന് കഴിച്ചായിരുന്നല്ലായിരുന്നു. ഫുൾ എനർജി കണ്ടോ. അപ്പോൾ അവർ ഇതുപോലത്തെ ട്രെയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. ആണോ? ഇനിയും വേറെ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജാക്കറ്റെല്ലാം ഒരു ചൂടെല്ലാം എടുത്തുകൊണ്ടിരിക്കുക. നമ്മളൊരു 1/2 മണിക്കൂർ ഹാവ് യു വാക്ക്ഡ് അബൌട്ട് ഹാഫ് ആൻ അവർ. ഈസിലി ഹാഫ് ആൻ അവർ നടന്നു. കയറ്റം ഇതുവരെ നിന്നിട്ടില്ല. ഇപ്പോൾ കയറി പോകും. അവിടെ സ്റ്റിൽ ലോങ് വേ ടു ഗോ. അവിടെ ഒരു പുള്ളിക്കാരനെ കണ്ടു. ഓസി ആയിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു നമ്മൾ ഒരു റൂട്ട് കാണിക്കുന്നത് 700 മീറ്റേഴ്സും വേറെ ഒരെണ്ണം 2.2 ഇവിടെ പിന്നേക്കിലെത്താൻ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞില്ല 2.2 പോകണ്ട, 7.7 ആണ്, അതാണ് മെയിൻ സ്ഥലം. സോ അത് യു ക്യാൻ കം ബാക്ക്. അവിടെ നിന്ന് കറങ്ങി നമുക്ക് വരാം. ഇതിൽ ആ വഴി വരുന്നില്ല. ഈ വഴി തന്നെ പോയിട്ട് ഈ വഴി തന്നെ തിരിച്ച് വരാനാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി വലിയ വാക്കായി മാറും. ഓൾമോസ്റ്റ് എത്താണ് ഇങ്ങനെ തോന്നുന്നേ. സൈലന്റ് സ്ട്രീറ്റ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ. ഐ ഡിഡ്ന്റ് റിയലൈസ്. ശരിക്കും സൂപ്പർ എക്സസൈസ് ആയി ഇന്ന്. ഇനി കുറച്ച് ദിവസം എക്സസൈസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ. ഹൗ നാരോ, വെരി വെരി നാരോ പാർട്സ് വാക്ക് ടു ദീസ് ടു റീച്ച്. ഒരു ക്യാനിയൻ പോലെ ഗ്രാൻഡ് ക്യാനിയൻ ലുക്ക് തന്നെയാണ്. വി കണ്ടിന്യൂ ടു ഹെഡ് സ്ട്രോങ്. അവിടെ നിന്നാണ് നമ്മൾ വന്നേ. ഇവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ദാറ്റ് ഫാർ ഫ്രം ദെയർ. മേളിലോട്ട് കയറാണ്ട് കുറച്ചുകൂടെ. ദാറ്റ്സ് ദി പീക്ക് വെർ എവരിബഡി ഈസ്. അവിടെ ദാറ്റ് ഈസ് വെർ വി ഹെഡിങ് ടു. പിന്നേക്കളുടെ തൊട്ടടുത്തെത്തിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റുന്നത്. ആൾക്കാരെല്ലാവരും ഉണ്ട് അവിടെ. Once people give way, we will get our chance. That's the one. That's the pinnacle where people are. So we went അവിടെ പോയിട്ട് നമുക്ക് താഴെ ഇറങ്ങി മെനു ക്യാരിയും പറഞ്ഞിട്ടുണ്ട് അവിടെ. Impounds the water of Khian Creek to augment the water supply to Wimmera and Malay regions. Wimmera ആണ് നമ്മുടെ ഹോർഷം
അവിടെ വിമേറ ലേക്ക് റിവറാണ് ഉള്ളത്.